നമസ്കാരം. മാസപ്പടി കേസിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പഴുതുകളെല്ലാം ഒടുവിൽ അടഞ്ഞു. മുൻ മുഖ്യമന്ത്രി പദത്തെ സ്വാധീനം ഉപയോഗിച്ച് മുട്ടിയ വാതിലുകളൊക്കെ അടഞ്ഞു. ഇനി കേസിൽ വീണയ്ക്ക് അഴിക്കുള്ളിൽ പോകാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും കേസിൽ എക്സാലോജി കമ്പനി ഉടമയും മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണയെ പ്രതി ചേർക്കുന്നതിലേക്കും അനധികൃതമായി സമ്പാദിച്ച സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സംഘം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ ജന്മനാടായ പിണറായിയിലെത്തി വീണയുടെ പേരിലുള്ള സ്ഥാവര ജന്മ വസ്തുക്കൾ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അനുസരിച്ച് സ്വത്തുക്കൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി എന്നതാണ് സൂചന. എന്തായാലും ഇ.ഡി. കൊച്ചി സോണൽ ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് വിവരശേഖരണത്തിനായി തലശ്ശേരി താലൂക്കിലെ വില്ലേജ് ഓഫീസുകളിൽ പരിശോധന നടത്തിയത്. പാതിരിയാട് വില്ലേജ് ഓഫീസിലെത്തിയ സംഘം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സന്തോഷ് കുമാറിനൊപ്പം പിണറായിയിലെ വസതിക്ക് സമീപത്തുള്ള സ്ഥലം നേരിട്ട് സന്ദർശിച്ച് അളവ് തൂക്കങ്ങളും മൂല്യവും തിട്ടപ്പെടുത്തി. തുടർന്ന് പിണറായി വില്ലേജ് ഓഫീസിലെത്തി വൈദ്യുതി സബ്സ്റ്റേഷന് സമീപമുള്ള വീണയുടെ ഉടമസ്ഥതയിലുള്ള മറ്റു ഭൂമികളുടെ ആധാര വിവരങ്ങളും തണ്ടപ്പേര് പകർപ്പുകളും ശേഖരിച്ചു. CMRL കമ്പനിയിൽ നിന്നും സേവനങ്ങളൊന്നും നൽകാതെ എക്സാലോജിക് കമ്പനി കൈപ്പറ്റിയ തുക കുറ്റകൃത്യത്തിലൂടെ നേടിയ വരുമാനം എന്ന പരിധിയിലാണ് ഇ.ഡി. ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് വാങ്ങിയതോ ഈ തുകയ്ക്ക് തടസ്സമായി നിൽക്കുന്നതോ ആയ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ PMLA ആക്ട് സെക്ഷൻ 5 പ്രകാരം ഇ.ഡിക്ക് അധികാരമുണ്ട്. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ലോക്കറുകൾ എന്നിവയ്ക്ക് പുറമെയാണ് ഇപ്പോൾ ഈ സ്വത്തുക്കളെല്ലാം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക വില്ലേജ് ഓഫീസുകളിൽ നിന്നും ശേഖരിച്ച ആധാരങ്ങളുടെയും ആ വിവരങ്ങളുടെയും വിപണി മൂല്യം ഉൾപ്പെടുത്തി ഉടൻ തന്നെ സ്വത്ത് മരവിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിക്കും എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇ.ഡി. സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴും തൃപ്തികരമായ മറുപടികൾ നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് നിലവിലെ വിവരം. സ്വത്ത് വിവരങ്ങൾ തിട്ടപ്പെടുത്തി മരവിപ്പിക്കുന്നതിനോട് കേസിൽ വീണയെ പ്രധാന പ്രതിയാക്കിക്കൊണ്ടുള്ള പ്രോസിക്യൂഷൻ പരാതി കൊച്ചിയിലെ പ്രത്യേക ഇ.ഡി. കോടതിയിൽ സമർപ്പിക്കും. CMRL ഉദ്യോഗസ്ഥരെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളെയും കേസിൽ പ്രതി ചേർക്കാൻ സാധ്യത ഏറുകയാണ്. എന്തായാലും പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകളുടെ സ്വത്തുക്കൾ തേടി കേന്ദ്ര ഏജൻസികൾ നേരിട്ട് വില്ലേജ് ഓഫീസുകളിലും സ്വന്തം വീട്ടുപറമ്പിലുമൊക്കെ പരിശോധന നടത്തി. ഇത് ഇടത് ക്യാബിനെ കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ഈ കേസും തുടർന്നുള്ള കണ്ടുകെട്ടൽ നടപടികളും പ്രതിപക്ഷ നേതാവിനും പാർട്ടിക്കുമെതിരെ ഭരണപക്ഷം പ്രധാന ആയുധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.